അയ്യപ്പ സംഗമം ഓഡിറ്റ് റിപ്പോർട്ടിലെ പിഴവ് സംഭവിച്ചതായി സമ്മതിച്ചിരിക്കുകയാണ് ഒടുവിൽ ദേവസ്വം ബോർഡ്. നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകി എന്നത് ഈവന്റ് മാനേജ്മെന്റ് ഏജൻസിക്ക് വന്ന അശ്രദ്ധയാണ്. ദേവസ്വം ബോർഡ് യോഗം പരിഗണിക്കുന്നതിന് മുൻപ് റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കേണ്ടി വന്നതിനാലാണ് പൊരുത്തക്കേടുകൾ ഉണ്ടായതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. അതേസമയം മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ ലക്ഷങ്ങൾ ചെലവാക്കിയത് ദുഷ്പ്രചാരണമാണെന്നും ദേവസ്വം ബോർഡ് ഇന്ന് വ്യക്തമാക്കി. ഭക്ഷണ വിതരണത്തിനുള്ള തുക വകമാറ്റിയെന്ന ആരോപണവും ദേവസ്വം ബോർഡ് തള്ളി. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകളിലെ ഓഡിറ്റ് റിപ്പോർട്ട് വിവാദമായതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. നന്ദഗോവിന്ദം ഭജൻസ് സംഘത്തിന് തുക നൽകിയതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്നത് പിശകാണെന്ന് ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. തുക പരിപാടി നടത്തിയ ഇഷാൻ ദേവിന്റെ അക്കൗണ്ടിലേക്കാണ് പോയത്. ഈവന്റ് മാനേജ്മെന്റ് ഏജൻസി ദേവസ്വം ബോർഡിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിലെ അശ്രദ്ധയാണ് ഇതിന് കാരണമെന്നും ബോർഡ് വിശദീകരിച്ചു. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ പമ്പയിലെത്തിയ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ ലക്ഷങ്ങൾ ചെലവാക്കിയെന്ന് പ്രചാരണമുയർന്നിരുന്നു. എന്നാൽ ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ഓഡിറ്റ് റിപ്പോർട്ടിലോ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലോ ഇങ്ങനെ ഒരു പരാമർശമില്ല. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഉന്നതർ പങ്കെടുക്കാനെത്തുന്ന സാഹചര്യത്തിൽ പമ്പയിലെ ഗസ്റ്റ് ഹൌസ് നവീകരിക്കാൻ 3,83,439 രൂപ വകയിരുത്തിയിരുന്നു. ഇതിനെയാണ് തെറ്റായി വ്യാഖ്യാനിച്ചത്. സംഗമത്തിനായി ദേവസ്വം ഫണ്ടിൽ നിന്നെടുത്ത തുക തിരികെ നിക്ഷേപിച്ചിട്ടില്ലെന്ന വാർത്തയും ബോർഡ് നിഷേധിച്ചു. വിവിധ ബാങ്കുകളിൽ നിന്നും സ്പോൺസർഷിപ്പ് ഇനത്തിൽ ലഭിച്ച 3 കോടി രൂപ ഒക്ടോബർ 17 തന്നെ ജനറൽ ഫണ്ടിലേക്ക് തിരികെ നിക്ഷേപിച്ചു. അദാനി ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്ത 1 കോടി രൂപ കൂടി ലഭിക്കാനുണ്ട്. ഭക്ഷണ വിതരണത്തിൽ തുക വകമാറ്റിയെന്ന ആരോപണവും ബോർഡ് തള്ളി. അതിഥികൾക്ക് പുറമെ ശബരിമല ദർശനത്തിനെത്തിയ ഭക്തർക്കും പമ്പയിലെ തൊഴിലാളികൾക്കും ഭക്ഷണം നൽകിയിട്ടുണ്ട്. എന്നാൽ കണക്കിലെ പിഴവുകൾ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. മനോഹരമായ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റിട്ട് വ്യാജം ഒരെണ്ണം ചെമ്പിലുണ്ടാക്കിയിട്ട് അതുമ്പോ സ്വർണം പൂശി അവിടെ കൊണ്ട് വച്ചിരിക്കുക. അത്രയും വലിയ മോഷണമാണ് ശബരിമലയിൽ നടന്നത്. എന്നിട്ട് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളതിന്റെ പേരിൽ അതിൽ അടിച്ചു മാറ്റം പിയുമാർ എന്തുമാത്രം ചെയ്തതാണ് അവിടെ. അതിന് മറുപടി പറയണം. ആഗോള സംഗമത്തിന് വേണ്ടി ഊരാളുങ്കലിന്റെ സബ്സിഡിയറി കമ്പനിയെ ചുമതലപ്പെടുത്തിയ ടെൻഡർ വിളിച്ചില്ലായിരുന്നല്ലോ. അതുപോലെ തന്നെ ആ 7 കോടി രൂപ എങ്ങനെ ചെലവായി, എത്രയാൾ പങ്കെടുത്തു, അവിടെ ഒരുക്കിയ ഭക്ഷണം മുഴുവൻ അവസാനം കഴിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ വെട്ടിമൂടിയത് സത്യമല്ലേ? സ്പോൺസർമാരെ കിട്ടാതല്ലേ പരിപാടി നടത്തിയത്? ദേവസ്വം ബോർഡ് പണം അഡ്വാൻസ് ചെയ്തില്ലേ? ഇതൊക്കെ സത്യമല്ലേ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. അതിന് അയ്യപ്പ സംഗമം ഒരു പേരും പറഞ്ഞിട്ട് ഓരോ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായ വാർത്തകളാണ്. അത് വാർത്ത ശരിയായി വരട്ടെ, വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ല, കൃത്യമായ കണക്കല്ല, അത് എസ്റ്റിമേറ്റ് ആണ്. നിശ്ചയിച്ച സമയപരിധിക്ക് മുൻപ് സമർപ്പിക്കേണ്ടതുകൊണ്ടാണ് വിശദ പരിശോധനയ്ക്ക് മുൻപ് റിപ്പോർട്ട് കോടതിയിൽ നൽകിയത്. അതിനാൽ 17 ചേരുന്ന ബോർഡ് യോഗത്തിൽ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.